ഷവായ നല്ലതാണെന്നുള്ളതാണ് ഈ ഡോക്ടർ പറയുന്നത്. ഈ വീഡിയോ ഒന്ന് കണ്ടോക്കി. ചിക്കൻ ഷവായ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഷവായ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യാത്തതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് എത്തുന്നു. വളരെ സ്ലോ ആയി റോസ്റ്റ് ചെയ്യുന്നത് കാരണം നമ്മുടെ ശരീരത്തിന് എളുപ്പത്തിൽ ദഹിക്കുവാൻ അതുവഴി ശരീരത്തിലേക്ക് ട്രാൻസ് ഫാറ്റുകൾ എത്താതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ പുറമെ മൂപ്പര് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. ഷവായയിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കുറവാണ്, അതുകൊണ്ട് അത് ഹെൽത്തി ആണെന്നുള്ള കാര്യം. സാച്ചുറേറ്റഡ് ഫാറ്റ് ആക്ച്വലി ഹെൽത്തിയാണ്. നമ്മൾ ട്രാൻസ് ഫാറ്റ് ആണ് അൺഹെൽത്തി എന്ന് പറയുന്നത്. ഈ ട്രാൻസ് ഫാറ്റിൻ്റെ അളവ് കുറവാണ്, അതുകൊണ്ട് നെഞ്ചരിച്ചിലൊക്കെ കുറയുന്നതാണ് മൂപ്പര് പറയുന്നത്. ഈ ട്രാൻസ് ഫാറ്റ് എത്ര കുറച്ചാണെങ്കിൽ പോലും അത് അൺഹെൽത്തിയാണ്, അത് മൂപ്പര് സമ്മതിക്കണില്ല. ഷവായ ഹെൽത്തി ആണോ ഹെൽത്തി അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ മസാലയിൽ സീഡ് ഓയിൽസ്, സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ പോലത്തെ ഏതെങ്കിലും ടൈപ്പ് ഓയിലുകൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഹെൽത്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഷവായ ഹെൽത്തിയാണ്. ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷുഗറിനേക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ്. അമിതമായിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, നമുക്ക് ഗാസ്ട്രിക് ഇഷ്യൂസൊക്കെ ഇത് കുറച്ചാണെങ്കിൽ പോലും അത് ഉണ്ടാക്കും. സാച്ചുറേറ്റഡ് ഫാറ്റ് ആക്ച്വലി ഹെൽത്തിയാണ്. നമ്മുടെ ബോഡിയിൽ എനർജി ഉൽപ്പാദിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റ് അമിതമായിട്ട് കഴിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഫാറ്റിൽ നിന്ന് എനർജി എടുത്ത് കൊടുക്കും. അതേസമയം ബോഡി ഫാറ്റിൽ നിന്നും കൂടെ എനർജി എടുക്കാൻ പറ്റും. നമ്മളെ ഷുഗർ സ്റ്റേബിൾ ആവും, നമുക്ക് ഡയബറ്റിക് വരാനുള്ള സാധ്യത കുറയും, നമുക്ക് ഫാറ്റി ലിവർ, യൂറിക് ആസിഡ് തുടങ്ങിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയും. വന്നിട്ടുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും ഈ സാച്ചുറേറ്റഡ് ഫാറ്റിനെ കൊണ്ട് പറ്റും. അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് ഒരു വില്ലനല്ല. പിന്നെ മൂപ്പര് പറഞ്ഞ് സ്ലോ കുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണെന്നുള്ളത്. നമ്മൾ ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്താലും മീറ്റ് കുക്കായി കഴിഞ്ഞാൽ ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും.